in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത നാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത നാഥ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നീതാ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 മെയ് മാസം 29 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്രിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നുള്ളതാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഒരുക്കത്തോടെ ദൈവം നിങ്ങളോട് പറയുന്ന ദൈവശബ്ദമായി നിങ്ങൾ സ്വീകരിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കണം. നാളുകളായി ഭാരപ്പെടുന്ന, നാളുകളായി ഒരു വിഷയത്തിന് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ചിലവരെ മേളിൽ ഇന്ന് ദൈവാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വിശ്വസിക്കാമോ? അടുത്ത ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം വെളിപ്പെടുകയാണ്. ദൈവം ആ മറുപടിയുമായി ഇതാ നിനക്ക് വേണ്ടി ഒരു ദൂതനെ അയച്ചിരിക്കുകയാണ്. സെക്കരിയാവിൻ്റെ അടുക്കൽ വെളിപ്പെട്ട ദൂതൻ എന്നെ കാണുന്ന ചിലവരെ അടുക്കലേക്ക് വെളിപ്പെടുകയാണ്. സന്തോഷ വാർത്തയെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട്, യേശുവേ അങ്ങത് ചെയ്തതിന് നന്ദി, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് ബലത്തോടൊന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ ചില തലമുറകളുടെ വിഷയത്തിനകത്ത് മറുപടിയായി. നാളുകളായി ഒരു വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചവരുടെ മറുപടി ഇപ്പോൾ വെളിപ്പെട്ടിട്ടുണ്ട്. നാളുകളായി ഒരു എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തവർ ഇന്നത് അത്ഭുതമായി തീരുകയാണ്. അതേപോലെ തന്നെ ചിലവർക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുത വഴി ജോലിയിൽ തുറന്നു. ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ ദിവസമാണ്. ആത്മാവിൽ നിന്ന് സ്വീകരിച്ചോ? ചിലവരെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കാൻ പോവുകയാണ്. ചിലവരെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ സങ്കീർത്തനക്കാരൻ പറയും, 40-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം, ഞാനോ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചിലരോട് ഈ ദൂത് അതേപോലെ വെളിപ്പെടുകയാണ്. നാളുകൾ കാത്തിരുന്ന് ജീവിതത്തിനകത്ത് ഇനി പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞവർക്ക് ഇന്ന് ദൈവം ഇറങ്ങി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഇതാ കാത്തിരിക്കുന്നവൻ്റെ അടുക്കലേക്ക് ദൈവം ഒരു വൃക്ഷം ചാഞ്ഞു വരുന്നത് പോലെ നിന്റെ അടുക്കലേക്ക് ദൈവം ആൻസറുമായി ഇറങ്ങി വരികയാണ്. വിശ്വസിക്ക്, കണ്ണുനീരോടെ കാത്തിരുന്നവൻ്റെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് കർത്താവ് ഒരു മറുപടി പറയാൻ പോവുകയാണ്. എന്നെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ആ 38 വർഷമായി ആ കുളക്കടവിൽ കാത്തിരിക്കുകയാണ് ഒരു മറുപടിക്ക് വേണ്ടി. ദൈവം നേരിട്ട് പലവരെയും മറികടന്നുകൊണ്ട് നിന്റെ അടുക്കലേക്ക് വന്ന് നിന്നെ വാക്കുകൾ കൊണ്ട് എഴുന്നേൽപ്പിക്കുന്ന ആ ദിവസം ഇന്നാന്ന് വിശ്വസിക്കണം. നിന്റെ വർഷങ്ങളുടെ വിടുതൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് ഒരുമിച്ച് പറയാൻ പറ്റുമെങ്കിൽ പറ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നാളുകളായി കരയുന്ന, നാളുകളായി ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യുന്ന ചിലരോട് ദൈവത്തിന് പറയാനുണ്ട്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി
അവൻ്റെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഇന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം നിന്നെ കണ്ടു എന്നും ദൈവം നിന്റെ നിലവിളി കേട്ടു എന്നുള്ളതിൻ്റെ ഉറപ്പ് ഈ ദിവസം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആഴമായി ആരോടൊക്കെയോ കർത്താവ് വിളിച്ചു പറയുകയാണ്, ഹിസ്കിയാവിനെ പോലെ ജീവിതത്തിനകത്തെല്ലാം അവസാനിച്ചു, ആ രോഗക്കിടക്കിൽ തീരാൻ പോകുന്നു മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുമ്പോൾ ഇതാ നിന്റെ കണ്ണുനീരിൽ ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹിസ്കിയാവിനോട് ദൂത് പറഞ്ഞ ഏഷ്യാവിനെ കൊണ്ട് ദൈവം മാറ്റി പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തണം, നീ മരിച്ചു പോകും നിശ്ചയമെന്ന് പറഞ്ഞു. അതിന്റെ നടുവിൽ ഹിസ്കിയാവിന്റെ നിലവിളി പൊങ്ങിയാണ്. ഇന്നലകളിൽ ഞാൻ തിരുമുമ്പിൽ ചെയ്തൊന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച ഹിസ്കിയാവിന് വേണ്ടി ഇതാ വേഗത്തിൽ പ്രാർത്ഥനയോട് മറുപടി വരികയാണ്. ആരാണോ മരിച്ചു പോകുമെന്ന് പറഞ്ഞത് ആ വ്യക്തിയെ കൊണ്ട് ദൈവം ദൂതനെ മാറ്റി പറയിക്കുന്നു. 15 സംവത്സരം ഹിസ്കിയാവിന് ജീവിതം നീട്ടിക്കൊടുക്കുകയാണ്. വിശ്വസിക്ക്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ മാറാൻ പോകും. ഏത് രോഗത്തിന്റെ അനുഭവത്തിലാണോ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നത്, ഇന്ന് അതിനകത്തൊരു മാറ്റം. ദൈവം പ്രാർത്ഥനയുടെ മറുപടി പറയുകയാണ്, ഇതാ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ചിലവരിപ്പോൾ സൗഖ്യമാകുകയാണ്. എത്ര പേരുടെ കൂടെ ചേർന്ന് വിശ്വസിക്കുന്നു? ഇന്നത്തെ ദിവസം ഈ പ്രഭാതം മുതൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ തിരിയാൻ പോവുകയാണ്. ചിലവരുടെ ജീവിതത്തിനകത്ത് എന്നെ കാണുന്ന ചിലവർ ഏറ്റവും അടുത്തയാളായിരിക്കാം ഐസിയുവിൽ കിടക്കുന്നത്, ആ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. പക്ഷെ നിങ്ങളിത് കേട്ടിട്ട് എൻ്റെ കൂടെ പറയണം, ഞങ്ങളുടെ കണ്ണുനീരിന് ദൈവം മറുപടി അയച്ചിരിക്കുകയാണ്. ഇതാ ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി തുറന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ ഹാഗാർ നിലവിളിച്ചതുപോലെ നിലവിളിക്കുന്നുണ്ട്. എൻ്റെ തലമുറയ്ക്കൊരു വിടുതലില്ല, നാളുകളായിട്ട് വിദേശ രാജ്യത്തിലായിരിക്കുന്നു, നാളുകളായിട്ട് വിവാഹം നടക്കാതെ, നാളുകളായിട്ട് ഒരു ജോലി ലഭിക്കാതെ, ഇങ്ങനെയൊക്കെ വളരെയധികം തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുന്ന ചിലരോട് എനിക്ക് പറയാനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ദൈവം ബാലന്റെ നിലവിളി കേട്ട് ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട്, ഹാഗാറെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്തു നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രായമേറിയ മാതാപിതാക്കളോട് ദൈവം ഇടപെടുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം മറുപടി പറയുകയാണ്. ദൈവദൂതന്മാർ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു എന്നും നിങ്ങളുടെ വിഷയത്തിനകത്ത് മറുപടിയായെന്നും നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം അത്ഭുതം ചെയ്തുവെന്നും ഇതാ മറുപടി കേൾക്കാൻ പോകുന്നു. വിശ്വസിക്ക്, നിങ്ങളുടെ കണ്ണ് തുറക്കുന്നത് പോലെ ഇതാ ഹാഗാറിന്റെ കണ്ണ് തുറക്കുകയാണ്. ബേർശേബ മരുഭൂമിയിൽ അവൾ ഒരു നീരുറവ കാണുന്നു. ആ നീരുറയിൽ നിന്ന് ഇതാ തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിക്കുകയാണ്. വിശ്വസിക്ക്, ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ അത്ഭുത വഴികൾ തുറക്കാൻ പോവുകയാണ്. ആരോ എന്നെ കേൾക്കുന്നവർ പറയുന്നുണ്ട്, പാസേ, ഇതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിനകത്ത് ഈ അത്ഭുതം നടക്കുന്നത്? ജീവിതത്തിനകത്ത് ഒരു പ്രാർത്ഥനയോട് മറുപടി ലഭിക്കുമോ? അങ്ങനെ ചോദിക്കുന്നവരോടും കൂടെ ഇന്നൊരു മറുപടി പറയാൻ പോവുകയാണ്. പുരുഷനെ അറിയാത്ത കന്യകയായ മറിയ ദൂതനോട് ചോദിക്കുകയാണ്, ഞാനൊരു പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഇന്ന് ചിലരും ചോദിക്കുന്നുണ്ടായിരിക്കാം, എൻ്റെ ജീവിതത്തിനകത്ത് ഇനി ഒരു വഴി തുറക്കുമോ? എനിക്കൊരു വിടുതൽ നടക്കുമോ? എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി വരുമോ? നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ എൻ്റെ കൂടെ ഈ സമയത്ത് പ്രാർത്ഥിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വെളിയിൽ വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ പ്രാർത്ഥനയുടെ മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേലിലേക്ക് വരാൻ പോവുകയാണ്. ചില അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേലിൽ നേരിടാൻ പോവുകയാണ്. നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയം ഇതാ ദൈവത്താൽ സംഭവിക്കാൻ പോകുന്നു. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ. ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഉറപ്പോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ പ്രഭാത സന്ദേശം കഴിയുമ്പോൾ തന്നെ ചില സൈനുകൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടഞ്ഞത് ചിലത് തുറക്കാൻ പോവുകയാണ്. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഇതാ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എൻ്റെ വചനത്തെ കാത്തും നാമത്തെ നിഷേധിച്ചതുമില്ല. എന്നെ കേൾക്കുന്നവരെ, ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഉറപ്പോടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നീണ്ട നാളുകളായി അടഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങൾ, നീണ്ട നാളുകളായി കരയുന്ന ചില വിഷയങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്ന് പറയാൻ തക്കമാണ്. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. ഇവരുടെ ജോലിയുടെ മേലിൽ, ഇവരുടെ കുടുംബ വിഷയത്തിന് മേലിൽ, ഇവരുടെ തലമുറയുടെ വിഷയത്തിനകത്ത് കർത്താവെ ഒരു അത്ഭുത വിടുതൽ നയിക്കുന്നതിനായി നന്ദി. കർത്താവെ,
കർത്താവ് നാളുകളായി ഗവൺമെൻറ്റിൽ നിന്ന് ആ പേപ്പറിന് വേണ്ടി പ്രാർത്ഥിച്ച, കർത്താവ് വിസായിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ആ മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവ് ഇന്ന് അതിൻ്റെ മുകളിൽ ഒരു മറുപടി ആയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അങ്ങ് ഒരു അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി നന്ദി. കർത്താവ് അത് ചെയ്തിരിക്കുന്നതിനായി നന്ദി. ഇപ്പോൾ തന്നെ അങ്ങ് മറുപടി കൊണ്ടുവരുന്നതിനായി, ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുമ്പേ കർത്താവെ ഇവരുടെ വിടുതൽ ആയതിനായി നന്ദി. ഇവരുടെ സാമ്പത്തിക വഴി തുറന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ ഈ പ്രഭാതത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരിപ്പോൾ ഒരു അത്ഭുതം കണ്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം നമുക്കുണ്ട്. അതേ നിലയിൽ തന്നെ എന്നെ കേൾക്കുന്നവർ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയാണ് ഇത്രത്തോളം അതിനെ കൊണ്ടുവന്നത്. കഴിഞ്ഞ നാളുകളിൽ അനേക ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഉറപ്പായും ആ സൂമിൽ വന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയും നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ ഈ സന്ദേശം അനുഗ്രഹമെങ്കിൽ നിങ്ങൾ ഒരാൾക്കും കൂടെ യൂട്യൂബിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.